നമസ്കാരം. 2026 ശിവരാത്രി മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മഹാശിവരാത്രിയെക്കുറിച്ചാണ്. ഈ വർഷത്തെ ശിവരാത്രിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇന്ന് ഏകാദശി ഫെബ്രുവരി 13. നാളെ പ്രദോഷമാണ് ഫെബ്രുവരി 14 തീയതി. വളരെ വിശേഷപ്പെട്ട ദിനമാണ് മഹാദേവനിത്. പിറ്റേ ദിവസമാണ് ശിവരാത്രി വരുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് ഈ ദിനങ്ങൾ വരുന്നതിനാൽ 2026 ഫെബ്രുവരി 15 ശിവരാത്രിക്ക് ഇത്രയേറെ പ്രാധാന്യമുള്ളത്. ശിവരാത്രി എങ്ങനെയാണ് നോക്കേണ്ടത്? ശിവരാത്രി നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ലഭിക്കുന്നത്? ശിവരാത്രി മഹാത്മ്യം എന്താണ്? ഇതൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ഷിപ്രപ്രസാദിയും ശാന്തസ്വരൂപനുമായ മഹാദേവന്റെ അടുത്ത് നമ്മൾ നല്ല ചിന്തയോടുകൂടി നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ അദ്ദേഹത്തെ സമീപിക്കുകയാണെങ്കിൽ എന്താഗ്രഹവും സാധിക്കുമെന്നാണ് വിശ്വാസം. ശുദ്ധ മനസ്സോടുകൂടി ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ എല്ലാവിധത്തിലുള്ള പാപങ്ങൾ മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. ശിവരാത്രി മഹാത്മ്യത്തിലേക്ക് പോവാം. ഹിന്ദു പുരാണം അനുസരിച്ച് ഭഗവാൻ ശിവനുമായി ഏറ്റവും ബന്ധപ്പെട്ട ആഘോഷമാണ് ശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി പ്രധാനമായും 2 പുരാണ കഥകളാണുള്ളത്. ആദ്യത്തേത് പാലാഴി മഥനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകുട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു. ഈ വിഷം ഉള്ളിച്ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ ശ്രീ പാർവതി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ മുറുക്കി പിടിക്കുകയും വായിൽ നിന്ന് വിഷം പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു വായ് പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ലോകമംഗളത്തിനായി ഭഗവാൻ വിഷത്തെ ആഗിരണം ചെയ്ത ദിവസമാണ് ശിവരാത്രി എന്നാണ് വിശ്വസിക്കുന്നത്. രണ്ടാമത്തേത് ശിവമഹാത്മ്യവുമായി ബന്ധപ്പെട്ടതാണ്. ബ്രഹ്മാവും വിഷ്ണുവുമായി ബന്ധപ്പെടുത്തിയാണ് ആ കഥ. മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് മുളച്ചു വന്ന താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു. വിശാലമായ ജലപ്പരപ്പിൽ കൂടി സഞ്ചരിച്ച ബ്രഹ്മാവിന് വിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. നീ ആരെന്ന് ബ്രഹ്മാവ് വിഷ്ണുവിനോട് ചോദിച്ചു. ഞാൻ നിന്റെ അച്ഛനായ വിഷ്ണു ആണ് എന്ന് മറുപടി കൊടുത്തു. ആ മറുപടി ബ്രഹ്മാവിന് തൃപ്തികരമായി തോന്നിയില്ല. അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു. അവർക്ക് മധ്യ ഒരു ശിവലിംഗം ഉയർന്നു വന്നു. അതിന്റെ മേലഗ്രവും കീഴഗ്രവും ദൃശ്യമായിരുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കുവാനും ജ്യോതിർലിംഗത്തിന്റെ അഗ്രം കണ്ടുപിടിക്കുന്നവന് ശ്രേഷ്ഠൻ എന്ന അശരീരി മുഴങ്ങി. അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് അതിന്റെ മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു. വളരെ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് 2 പേരും പൂർവ്വസ്ഥാനത്ത് വന്നു നിന്നു. ഉടനെ ശിവൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് പാശുപതാസ്ത്രത്തെ ഉപസംഹരിച്ചു. ശിവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിൽ കറുത്ത പക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു. എല്ലാ വർഷവും ഈ പുണ്യരാത്രി വിശേഷമായി അനുഷ്ഠിക്കണമെന്നും മംഗളകരമായ അത് ശിവരാത്രി എന്നറിയപ്പെടണമെന്നും മഹാദേവൻ അരുളിച്ചു. 3ാമത്തെ വിശ്വാസം അനുസരിച്ച് എല്ലാ രാത്രിയും ശിവന്റെ രാത്രിയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാന രാത്രിയാണ് മഹത്തായ ശിവരാത്രി അഥവാ മഹാശിവരാത്രി എന്ന വിശ്വാസം. മംഗളകരമായ രാത്രി എന്ന് ഇതിനെ സങ്കല്പിക്കുന്നുണ്ട്. ഈ പുണ്യ ദിവസം രാത്രിയിൽ വ്രതം ധരിച്ച് ഉറങ്ങാതിരുന്ന് ഉപവാസം അനുഷ്ഠിക്കേണ്ടതാണ്. ചതുർദശിയെങ്കിൽ ആഹാരം കഴിക്കാതിരുന്ന് രാത്രിയിൽ ഉറക്കമിളച്ച് വ്രതം ധരിച്ച് ശിവനെ പൂജിക്കുകയാണ് ശിവരാത്രി വ്രതത്തിൽ ചെയ്യേണ്ടത്. ശിവരാത്രി വ്രതം പ്രധാനമാണ്. പലരും അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നു. മഹാശിവരാത്രി ദിവസം നടത്തുന്ന ആരാധനയുടെ ഫലം 1 വർഷം നീണ്ടു നിൽക്കുന്നു എന്നാണ് വിശ്വാസം. കൂവളത്തിൻ്റെ ഇലകൾ ശിവനെ അർപ്പിക്കുന്നതും ഉപവാസം അനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമിളച്ച് പ്രാർത്ഥിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ ശിവസഹസ്രനാമം ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതുമൊക്കെയാണ് ഈ ദിവസത്തെ പ്രധാന ആചാരങ്ങൾ. ശിവലിംഗത്തെ പാലും തേനും വെള്ളവും കൊണ്ട് അഭിഷേകം ചെയ്ത് അവയെ ആരാധിക്കുന്ന പതിവുണ്ട്. വടക്കേ ഇന്ത്യയിലും നേപ്പാളിലും വിശ്വാസികൾ ഈ ദിനത്തിൽ ബാങ്ക് ചേർത്ത് നിർമ്മിക്കുന്ന ലസ്സി എന്ന മധുരപാനീയം കുടിക്കുന്നു. ശിവന്റെ ഇഷ്ടപാനീയം എന്നാണ് വിശ്വാസം. ശിവരാത്രി വ്രതം എടുത്ത് ശിവാരാധന നടത്തുന്നത് ഐശ്വര്യകരവും ദുരിതനാശകരവുമാണ് എന്നാണ് വിശ്വാസം. ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി പ്രതിബലി അർപ്പിക്കുന്നത് ഏറ്റവും പുണ്യകരമാണെന്ന് എന്ന വിശ്വാസവുമുണ്ട്. കേരളത്തിൽ മഹാശിവരാത്രി ദിവസം ഏറ്റവും വിപുലമായ രീതിയിൽ ആഘോഷങ്ങൾ നടത്തുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ക്ഷേത്രത്തിലാണ്. ആലുവ ശിവരാത്രി മണപ്പുറത്ത് അന്ന് രാവിലെ വലിയ രീതിയിൽ ആഘോഷവും പുലർച്ചെ പ്രതികൾക്ക് ബലിതർപ്പണവും നടക്കാറുണ്ട്. ലക്ഷക്കണക്കിന് ഭക്തരാണ് ശിവരാത്രി ദിവസം അവിടെ എത്തിച്ചേരുന്നത്. തൃശ്ശൂർ വടക്കംനാഥ ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രം,
എറണാകുളം ശിവക്ഷേത്രം, ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം, ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രം, തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം, തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം, കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ശിവരാത്രി വിപുലമായി ആഘോഷിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ക്ഷേത്രം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ്. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിലെ പ്രാധാന്യമേറിയ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കണ്ടിയൂരപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. മാർക്കണ്ഡേയ മഹർഷിയുടെ അച്ഛനായ മൃഗണ്ടു മുനിയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്നൊരു ഐതിഹ്യമുണ്ട്. കോടനാട് രാജാവിന്റെ ഭരണത്തിലായിരുന്ന ക്ഷേത്രം ആ രാജാക്കന്മാരുടെ സഹായത്താൽ പ്രശസ്തി പ്രാപിച്ചു. കോടനാട് രാജാവിന്റെ തലസ്ഥാനം കണ്ടിയൂരായിരുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശിവരാത്രി മഹോത്സവത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. നന്ദി, നമസ്കാരം.